ഗായ്സ്, ഇന്ന് നമുക്കൊരു നാടൻ മീൻകറി വെച്ചാലോ? 1/2 കിലോ അയലയുടെ കറിയാണ് നമ്മൾ ഇന്ന് വെക്കാൻ പോകുന്നത്. അതിനായി ഒരു മിക്സി ജാർ എടുത്ത് അതിലേക്ക് 2.5 ടേബിൾ സ്പൂൺ മൂപ്പിച്ച മുളക് പൊടി, 1 ടേബിൾ സ്പൂൺ സാദാ മുളക് പൊടിയും 1.5 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടിയുമാണ് ഞാൻ ഇവിടെ ചേർത്തിരിക്കുന്നത്. 1 ടേബിൾ സ്പൂൺ മൂപ്പിച്ച മല്ലിപ്പൊടി, 1/4 ടീസ്പൂൺ ഉലുവപ്പൊടി എന്നിവ ചേർത്ത് നന്നായി അരച്ചു കൊടുക്കണം. കറിക്കൊരു കൊഴുപ്പ് കിട്ടാനാണ് നമ്മൾ ഇങ്ങനെ ചെയ്യുന്നത്. ഇനി ഒരു മൺചട്ടി എടുത്ത് അതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കണം. വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് 1 ടീസ്പൂൺ കടുകിട്ട് പൊട്ടിച്ചു കൊടുക്കാം. ദാ കണ്ടില്ലേ നമ്മുടെ കടുകൊക്കെ പൊട്ടുന്നത്. ഇനി അതിലേക്ക് 1 ടേബിൾ സ്പൂൺ കൊത്തി അരിഞ്ഞ ഇഞ്ചിയും 1 ടേബിൾ സ്പൂൺ നീളത്തിലരിഞ്ഞ വെളുത്തുള്ളിയും 4 ചെറിയുള്ളി നീളത്തിലരിഞ്ഞതും ഇട്ട് നന്നായി വഴറ്റി കൊടുക്കണം. അതിലേക്ക് 2 തണ്ട് കറിവേപ്പില ഇടാൻ മറക്കല്ലേ. അതൊന്ന് മൂത്ത് കഴിഞ്ഞാൽ അതിലേക്ക് നേരത്തെ തന്നെ അരച്ചു വെച്ചിരിക്കുന്ന അരപ്പും കൂടി ചേർത്ത് നന്നായി ഇളക്കി കൊടുക്കണം. ശേഷം അതിലേക്ക് ചാറിനാവശ്യമായ വെള്ളം ചേർത്ത് ഇളക്കാം. ഇനി ചെറിയ 4 കഷ്ണം കുടംപുളി ഇട്ട് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി വിതറി ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് മിക്സ് വെൽ. ഇനി നമുക്ക് തിള വരുന്നിടം വരെ വെയിറ്റ് ചെയ്യാം. കറി നന്നായി തിളച്ചു കഴിഞ്ഞാൽ നല്ല വൃത്തിയായി വെട്ടി കഴുകി വെച്ചിരിക്കുന്ന മീൻ കഷ്ണങ്ങൾ നമ്മൾക്ക് ഇതിലേക്ക് ഇട്ട് യോജിപ്പിച്ചു കൊടുക്കാം. അതിന്റെ മുകളിൽ 1 തണ്ട് കറിവേപ്പില കൂടി ഇട്ട് കൊടുക്കാം. ഇനി നമുക്കൊന്ന് മൂടി വെച്ച് വേവിച്ചാലോ? ഇനി ഇടയ്ക്കിടയ്ക്കൊന്ന് ചുറ്റിച്ചു കൊടുക്കണേ. തവിയിട്ട് ഇളക്കണ്ട, മീൻ ഉടഞ്ഞു പോകും. മീനൊന്ന് വെന്തു കഴിഞ്ഞാൽ അതിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് 1 തണ്ട് കറിവേപ്പില കൂടി ഇട്ട് ഒന്ന് അടച്ചു വെക്കാം. അതിൽ കൊതിയൂർന്ന നാടൻ മീൻകറി റെഡി. അടിപൊളി ടേസ്റ്റ് ആണേ. പിന്നെ മല്ലിപ്പൊടി ചേർത്തോണ്ട് ഉണ്ടാക്കി 2 ദിവസത്തിനുള്ളിൽ കഴിച്ചു തീർക്കണേ, അല്ലെങ്കിൽ വളിച്ചു പോകും. ഈ മീൻകറി ഒന്ന് ഉണ്ടാക്കിയാലുണ്ടല്ലോ ചോറ് കാലിയാകുന്ന വഴി അറിയില്ല. ഉണ്ടാക്കി നോക്കില്ലേ? ഉണ്ടാക്കി നോക്കിയ ശേഷം അഭിപ്രായം കമന്റ്സിൽ രേഖപ്പെടുത്തൂ. പുതിയൊരു വീഡിയോയുമായി വീണ്ടും സന്ധിക്കും വരെ ബൈ.